ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നിരവധി ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതായത് താരങ്ങളെ കൈവിടുന്ന കാര്യത്തിൽ മാത്രമുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ 4 വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടിരുന്നു. ഇന്നലെ ഡുഷാൻ ലഗാത്തോറും കോൾഡോ ഒബിയാറ്റയും ക്ലബ്ബ് വിട്ടു. കൂടാതെ ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ മുഹമ്മദ് ഐമനും അസ്ഹറും കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞത് ഒരൽപ്പം അപ്രതീക്ഷിതമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിടവാങ്ങലാണ് ഐമനും അസ്ഹറും ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയാണ് ഈ 2 മലയാളി താരങ്ങളെയും സ്വന്തമാക്കിയിട്ടുള്ളത്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന തോമസ് ടോർസാണ് ഇരുവരെയും സ്വന്തമാക്കിയിട്ടുള്ളത്. ഡേവിഡ് കാറ്റലയുടെ പ്ലാനുകളിൽ ഈ 2 താരങ്ങൾക്കും ഇടമില്ല, അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരെ ഒഴിവാക്കിയത് എന്നാണ് കേൽനൗ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത്രയധികം താരങ്ങളെ ഒഴിവാക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ആരാധകർക്ക് വ്യക്തമാകുന്നില്ല. പക്ഷേ ഇത്തവണത്തെ ISLൽ പേരിന് വേണ്ടി മാത്രം പങ്കെടുക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് കിരീട ലക്ഷ്യങ്ങളോ അതല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളോ ഒന്നും തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവില്ല. പേരിന് വേണ്ടി മാത്രം ഒന്ന് പങ്കെടുത്തു പോരും, അത്ര മാത്രമേ ഇത്തവണത്തെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നുള്ളൂ. 6 വിദേശ താരങ്ങളെയും ക്ലബ്ബ് കൈവിട്ട് കളഞ്ഞു. അതിൽ 4 വിദേശ താരങ്ങളും സ്ഥിരമായി കൊണ്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്. ലൂണയും നോവയും തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഐമനെയും അസ്ഹറേയും സ്ഥിരമായി കൊണ്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത്. ചുരുക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് വളരെ പരിമിതമാണ്. കുറച്ച് ഇന്ത്യൻ താരങ്ങൾ മാത്രമുള്ള ഒരു സ്ക്വാഡുമായിട്ടാണ് ഇനിയിപ്പോൾ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. പുതിയ താരങ്ങളെ കൊണ്ടുവരാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇവിടെ കാണുന്നില്ല. ഏതായാലും ഇത്തവണത്തെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം അത് മോശമായിരിക്കും. പ്രത്യേകിച്ച് റെലഗേഷനൊക്കെ ഉള്ളതാണ്. അതിന്റെ ഒരു ഭീഷണി എവിടെയുണ്ട്. നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വിദേശ താരങ്ങൾ ഒന്നും ഇല്ലാതെ ISLൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.